ുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളിൽ 70% മുസ്ലിങ്ങളാണ്. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട MLA-മാരിൽ 70% ഉണ്ടാകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ ലീഗ് ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. മാറി മാറി വന്ന ഒരു ഗവൺമെന്റും മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും കാണിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മനഃശാസ്ത്രപരമായ വശം എന്താണെന്ന് വളരെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത പാലക്കാട് ജില്ലയ്ക്ക് വ്യവസായ സ്ഥാപനമുള്ളപ്പോൾ, അപ്പുറത്ത് തൃശൂർ ജില്ലയ്ക്ക് വ്യവസായശാലയുള്ളപ്പോൾ, ഇപ്പുറത്ത് കോഴിക്കോട് ജില്ലയ്ക്ക് വ്യവസായശാലയുള്ളപ്പോൾ എന്തുകൊണ്ടാ മലപ്പുറം ജില്ലയ്ക്ക് മാത്രം 110 വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായിട്ട് 50 കോടിയിലധികം രൂപ മുതൽ മുടക്കുള്ള ഒരൊറ്റ വ്യവസായ സ്ഥാപനം പോലും 110-ൽ 1 പോലും മലപ്പുറത്തിനില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നാം ഗൗരവപൂർവ്വം ചിന്തിക്കണം. അതുപോലെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് നോക്ക്. ഓരോ കോളേജ് കിട്ടിയതും സ്കൂളിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ധീരമായ സമീപനം കൊണ്ട് അറബി അധ്യാപകർക്ക് ഉദ്യോഗം കിട്ടിയതുമെല്ലാം അങ്ങേയറ്റം സന്തോഷപൂർവ്വം, നന്ദിപൂർവ്വം, സ്നേഹപൂർവ്വം, അഭിമാനപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 12,000 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ +2-ന് കുറവുണ്ടായിരുന്നപ്പോൾ ഇടുക്കി ജില്ലയിൽ 2,000 സീറ്റുകൾ കുട്ടികളില്ലാതെ അധികമായിരുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതായത് മലപ്പുറം ജില്ലക്കാരനായ കുട്ടി SSLC-ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ജയിച്ചാൽ, ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് ജയിച്ചാൽ, അവൻ തേർഡ് ഗ്രൂപ്പ് പോലും എടുക്കാൻ അവന് +2-ന് ചേരാൻ അവന് കഴിയുന്നില്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ തേർഡ് ക്ലാസ്സുകാരനായി ജയിച്ചവന് അവിടെ സയൻസിന് ചേരാൻ പറ്റുന്നു +2-ല്. എന്നിട്ടും അവിടെ 2,000 സീറ്റ് അധികം വരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ചുരുക്കത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ എവിടൊക്കെയുണ്ടോ അവിടെല്ലാം അവഗണനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്രൂരമായ പീഡനങ്ങളും അവഗണനകളുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ, കൃഷിയുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ മലപ്പുറം ജില്ല പിന്നിലാണ്. ഈ കേരള സംസ്ഥാനത്ത് ട്രാൻസ്പോർട്ട് KSRTC ബസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിൽ വെറും 1.5% ബസ്സുകൾ മാത്രമാണ്. 35 ലക്ഷം മുസ്ലിങ്ങളും അല്ലാതെ വേറെ ലക്ഷോപലക്ഷം ആളുകളുമുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് 1.5% KSRTC ബസ്സുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? മലപ്പുറത്തുകാർ യാത്ര ചെയ്യാത്തത് കൊണ്ടാണോ? വണ്ടി കയറിയ തലചുറ്റി വീഴുന്നത് കൊണ്ടാണോ? അതേ വണ്ടി കയറിയ പേടിക്കുന്നത് കൊണ്ടാണോ? എന്താ മലപ്പുറത്തും മലബാറിനും ട്രെയിൻ വേണ്ടേ? മലപ്പുറത്തിന് ബസ് വേണ്ടേ? മലപ്പുറത്തിന് വ്യവസായശാലകൾ വേണ്ടേ? മലപ്പുറത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടേ? അവിടെ താമസിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടാണോ? ശ്രീ പൗരനോട് ചോദിച്ചു നോക്ക്. കണക്കുകൾ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എനിക്ക് ഇവിടെ വെച്ച് തന്ന ഒരു കത്ത് വെച്ചിട്ട് മലപ്പുറം ജില്ലയിലെ 30%-ലധികം വരുന്ന മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ലാത്തവരാണ് എന്ന കാര്യം വളരെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തമായി ഭൂമിയില്ലാത്ത 30% മുസ്ലിങ്ങൾ. പൗരനുണ്ടോ ബാക്കിൽ? ശരിയാണോ ഞാൻ പറയുന്നത്? 30% മുസ്ലിങ്ങൾ മലപ്പുറം ജില്ലയിൽ സ്വന്തമായി ഭൂമിയില്ലാത്തവരാണ്. അപ്പോ ന്യൂനപക്ഷ സമുദായത്തിന് എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനം